അസ്സലാമു അലൈക്കും. വെൽക്കം ടു സഫീസ് കിച്ചൻ. നമുക്കിന്നൊരു കിടിലം ഐറ്റം കണ്ടാലോ? കർക്കിടക മാസം തീരാറായി, ഇനി 2 ആഴ്ചയും കൂടിയേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഞാൻ കാണിക്കുന്നത്. ഇതിനായി ഞാൻ കുറച്ച് ഒരു 100 ഗ്രാം എള്ളെടുത്തിട്ടുണ്ട്, ഒരു 100 ഗ്രാം അവിലെടുത്തിട്ടുണ്ട്, ഒരു 50 ഗ്രാം നമ്മുടെ നിരക്കടല എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കുറച്ച് ബദം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് റാഗിപ്പൊടി, അതായത് മുത്താറി ഉണ്ടെങ്കിൽ മുത്താറി പൊടിയായിട്ടും ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ നല്ല രക്തക്കുറവുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല രക്തം വെക്കുന്നതാണ്. പിന്നെ പ്രോട്ടീനായിട്ട് ബദവും അണ്ടിപ്പരിപ്പും നിരക്കടലയും പിന്നെ എല്ലിൻ്റെ ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ് റാഗിപ്പൊടി ചേർക്കുന്നത്, പിന്നെ അവിലും. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുത്ത് അതിനാവശ്യത്തിലൊരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്കിതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ പിന്നെ ആദ്യം തന്നെ ഞാൻ അവിലാണ് വറുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എള്ള് നന്നായി കഴുകി വൃത്തിയാക്കി അരിപ്പയിൽ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷമാണ് എള്ളും ആക്കാൻ പറ്റും. ഇനി നമുക്ക് അവിലൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം കുറച്ചാണ് എടുത്തിട്ടുള്ളത് അവിലെല്ലാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അവിലിൻ്റെ എല്ലാം അളവ് നന്നായിട്ട് കൂട്ടി കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം ഒന്ന് നന്നായി വറുത്തെടുക്കുന്നതെന്ന് വെച്ചാൽ കേട് വരാതിരിക്കാനാണ്. കാരണം നമ്മളെന്തായാലും ഒരാഴ്ച വരെ ഉപയോഗിക്കുമല്ലോ, അപ്പോൾ കൂടുതൽ കേട് വരാതിരിക്കാനാണ് നല്ലൊന്ന് വറുത്തെടുക്കുന്നത്. പിന്നെ എള്ള് വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ നല്ല വെള്ളത്തിൻ്റെ ഈർപ്പുണ്ടാവും. അപ്പം പിന്നെ ചെറിയ തേയിലാക്കിയിട്ട് നന്നായി അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശം പോകുന്ന വരെ നന്നായി വറുത്തെടുക്കണം. കുട്ടികൾ ഇതൊക്കെ കഴിക്കാൻ കുറച്ച് മടി കാണിക്കും, പക്ഷേ നമ്മൾ നിർബന്ധിച്ചിട്ട് എന്തായാലും ഒരാഴ്ച വരെ അങ്ങനെ കുട്ടികളെ കൊണ്ട് ഇത് കഴിപ്പിക്കണം. പ്രത്യേകിച്ചിട്ട് ഈ ഒരു കർക്കിടക മാസത്തിൽ ഒന്ന് നല്ലതാണ്. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ 2 ദിവസത്തേക്ക് തന്നെ കുറച്ച് ഉണ്ട പോലാക്കിയിട്ട് 2 ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ തീർക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഇതിനെ ഒരുപാട് വേണമെങ്കിൽ അതെല്ലാം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ലോണം ഇഷ്ടപ്പെടും. അത് വണ്ടിപ്പരിപ്പെല്ലാം. അപ്പോൾ എള്ളൊന്ന് കുറച്ച് കൊടുത്താലും മതി. എള്ള് മെയിൻ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികൾക്കൊക്കെ രക്തക്കുറവെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ശരിയായി കിട്ടും. മുടി കൊഴിച്ചിലുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ നല്ലൊരു ഫലമാണ് ഇങ്ങനെ ആക്കി കഴിക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ പ്രായമുള്ളവരാണെങ്കിൽ അവർക്ക് എല്ലിനും എല്ലാം ബലം കിട്ടാൻ ഈ നമ്മൾ ഈ റാഗിപ്പൊടി, അതായത് മുത്താറിപ്പൊടി, അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എള്ളാണ് കുറച്ച് കൂടുതൽ വറുത്ത് കൊടുക്കേണ്ടത്, ബാക്കിയൊന്നും കുഴപ്പമില്ല. എള്ളിൽ നമ്മൾ കഴുകുന്നതുകൊണ്ട് എന്തായാലും വെള്ളം ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ അതിന് ശേഷം അണ്ടിപ്പരിപ്പ്, ബദം, കടല, നിരക്കടലയാണ് കടല, കുറച്ചൊരു മുത്താറിപ്പൊടി, റാഗിപ്പൊടി അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ കുട്ടികൾ എങ്ങനെയാണ് കഴിക്കാൻ ഇഷ്ടം അങ്ങനെ കൊടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചിട്ട് നിങ്ങൾ പാൽ കൊടുക്കുന്നതാണെങ്കിൽ ആ പാലിൽ ഒരു സ്പൂൺ ഇട്ടിട്ട് ഇളക്കിയിട്ട് അങ്ങനെയും കൊടുക്കാം. അതല്ല പൊടിയായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഓരോ സ്പൂണാക്കിയിട്ട് അങ്ങനെ ഡെയിലി അങ്ങനെയും കൊടുക്കാം. നിങ്ങളെ കുട്ടികൾക്ക് എങ്ങനെയാണോ ഇഷ്ടമോ ആ ഒരു രീതിയിൽ കൊടുക്കുക. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കും എല്ലാം നല്ലൊരു ഫലമാണിത്. ഞാനിത് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ഒരു അരിയുണ്ട പോലെയല്ലോ കുറച്ച് ശർക്കര പാനിയെല്ലാം ആക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല, കാരണം വെള്ളത്തിൻ്റെ ഈർപ്പം വന്നല്ലോ. വേഗം തന്നെ 2 ദിവസം കൊണ്ട് തന്നെ തീർക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ആദ്യം അവിലൊന്ന് പൊടിച്ചെടുത്ത് അതിനുശേഷം എള്ള് പിന്നെ നട്ട്സും എല്ലാം പൊടിച്ച് എല്ലാം ഒന്ന് മിക്സാക്കാം. ഞാൻ ഈ ഒരു മിക്സ് എടുത്തത് കൊണ്ട് നിങ്ങൾ നോക്കേണ്ട, കാരണം വെച്ചാൽ എൻ്റെ പൊടിക്കുന്ന ആ ഒരു ജാറ് കേടായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പൊടിക്കുന്നത്. എന്നാലും നല്ലോണം പൊടിഞ്ഞ് വരുന്നുണ്ട് ഇതിൽ. എന്തായാലും നിങ്ങളൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. കൂടുതൽ ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഹെൽത്തിയാണ്, അത് മറക്കണ്ട. അപ്പം പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം അത് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഇതുപോലെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള കൊടുക്കൽ അത് നമ്മളെ കടമയും കൂടിയാണ്. അതുകൊണ്ട് ആരും മറക്കണ്ട. വീട്ടിലുള്ള കുട്ടികൾക്കോ ഭർത്താവിനോ ഇനിയിപ്പോൾ ഉപ്പയോ ഉമ്മയോ അവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച എങ്ങാനും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങളോ നിങ്ങളെ മക്കളോ തടി വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോ സ്പൂണ് വീതം അങ്ങനെയും കഴിക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടയാക്കിയിട്ടും കഴിക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് RKG അതായത് ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 2 ടീസ്പൂണ്. ഇതിപ്പോൾ ഞാൻ കുറച്ചാക്കിയത് കൊണ്ട് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിച്ച് വെക്കുന്നില്ല. കാരണം ഇപ്പം തന്നെ ഞാൻ നേരത്തെ വെല്ലത്തിൻ്റെ ഒരു 2 വെല്ലം കൊണ്ട് ഇതുവരെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ ശർക്കര പാനീയം.
അതിൽ ഇതുപോലെ തേച്ചൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതിലൊരു കുറച്ച് ഉണ്ടയാക്കാൻ വേണ്ടി മാത്രം ഒരു മധുരത്തിന്. മധുരം ആവശ്യമില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യേണ്ട, മധുരം ആവശ്യമുള്ളവർ മാത്രം. എന്നിട്ട് ഇതുപോലെ ഉണ്ടയാക്കിയിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിപ്പോൾ കളർ ഇങ്ങനെ ആയതുകൊണ്ട് നോക്കണ്ട, ഇത് എള്ളിൻ്റെ കളറാണിത്. നല്ല ഹെൽത്തിയാണ്. അപ്പം പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലോ. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിലോ ലൈക്ക് ചെയ്യാൻ പിശുക്ക് കാണിക്കണ്ട, ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് കാണുമ്പോഴാണ് നമുക്ക് ഇനിയും ഒരുപാട് വീഡിയോ ഇടുവാനുള്ള പ്രചോദനം വരുന്നത്. അത് മറക്കണ്ട. ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇനി നല്ലൊരു വീഡിയോയുമായി ഞാൻ വരും.